الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നരകം എത്ര ഭയാനകരമാണ് എന്ന തലവാചകത്തിൽ നിന്നുകൊണ്ട് കുറച്ചു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്തിനാണ് ഈ വിഷയം പറയുന്നത് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്. നമുക്ക് ജീവിതത്തിൽ നന്നാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, അള്ളാഹുവിനോടുള്ള മഹബത്ത് കൊണ്ട് അവൻ നന്നാവട്ടെ. പക്ഷെ ഇഷ്ടം എത്ര വെച്ചിട്ട് നമുക്ക് നന്നാവാനുള്ളൊരു മനസ്സ് വരണില്ലെങ്കിൽ സ്വർഗത്തിനെ മോഹിച്ചിട്ട് അവൻ നന്നാവട്ടെ എന്ന്. സ്വർഗത്തിനെ മോഹിച്ചിട്ടും അവനിൽ ഒരു നന്നാവൽ ഉണ്ടാവണില്ലെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ ഒരു സ്റ്റേജ് പറഞ്ഞതാണ്, നരകത്തിനെ ഭയപ്പെട്ടിട്ടെങ്കിലും അവരാ നരകത്തിൽ നിന്ന് പേടികൊണ്ട് അവർ നന്നാവട്ടെ എന്ന്. ആ നരകത്തിൻ്റെ ഭയം മനസ്സിൽ വരുന്നില്ലെങ്കിൽ, അതുകൊണ്ട് നന്നാവാൻ തോന്നുന്നില്ലെങ്കിൽ അവരുറപ്പിച്ചു കൊള്ളട്ടെ, അവൻ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ടവനാണ് എന്നുള്ളതാണ്. ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സുകളിൽ കടന്നു വരാൻ, ഒരു മാറ്റത്തിൻ്റെ തീരുമാനം എടുക്കാൻ. എന്താണ് നരകമെന്നുള്ളത്, അത് കാണുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഭയാനകത എന്താണെന്ന്, അതിൻ്റെ ചൂടെന്താണെന്ന് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചവരാൻ. നമ്മൾ മനസ്സിലാക്കണം, അത് നിസ്സാരമല്ല. ഇത്തിരി പോകുന്ന നമ്മളുടെ ഈ ജീവിതമല്ലേ, ഒരുപാട് പ്രതീക്ഷകളുമായി ഓടുന്ന ഈ ജീവിതം, ആ യാത്രക്കിടയിൽ എപ്പോഴോ പാതി മുറിഞ്ഞു പോയി നാം എത്തിപ്പെടുന്ന ബർസഖിലൂടെ ആരംഭിക്കുന്ന നമ്മളുടെ ജീവിതം. നമ്മളൊക്കെ വിചാരിക്കും സ്വർഗം നരകവും അതൊക്കെ ഏറ്റവും അവസാനത്തിലല്ലേ, ഈ അടുത്ത കാലത്തൊന്നും സംഭവിക്കാനുള്ളതല്ലല്ലോ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ
പ്രിയമുള്ളവരെ, മരണത്തോടെ തീരുമാനമാക്കപ്പെടും അവൻ സ്വർഗത്തിനുള്ളതാണോ നരകത്തിനുള്ളതാണോ. സ്വർഗാവകാശി അവിടെ മുതൽ അനുഭവിക്കുന്നത് സ്വർഗത്തിന്റെ അനുഭൂതികളാണെങ്കിൽ, നരകാവകാശി അവിടെ മുതൽ അനുഭവിക്കുന്നത് നരകത്തിന്റെ ഭയാനകതകളാണ്. ഈ കൂടെയുണ്ടായിരുന്ന കുടുംബങ്ങളോ ബന്ധുക്കളോ, എന്തിനേറെ ചുണ്ടിലേക്ക് വെള്ളം തൊട്ടു തരാൻ കാത്തുനിന്നവരോ പോലും അറിയാതെ നമ്മൾ അനുഭവിക്കുന്ന മരണത്തിന്റെ വേദന, നമ്മൾ മാത്രം കടിച്ചമർത്തപ്പെടുന്ന ഒറ്റപ്പെടലിന്റെ സാഹചര്യങ്ങൾ. അതുകൊണ്ട് ഈ സമയം മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ഇന്ത്യക്കാരായ ഹൈദരാബാദുകാര് മക്കയിൽ നിന്ന് ഉംറ നിർവഹിച്ചു മദീനയിലേക്കുള്ള യാത്രയിൽ ഒരുപക്ഷെ മദീനയെത്താൻ കിലോമീറ്ററുകൾ തൊട്ടു മുമ്പ് അവർ യാത്ര ചെയ്ത ബസ് കത്തി അമരുമ്പോൾ വളരെ 10 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള 11 കുട്ടികളാണ് അതിൽ എരിഞ്ഞു തീരുന്നതെങ്കിൽ, ഒരു ജനാസ പോലും തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ അവരുടെ മുഖങ്ങൾ കത്തിയമർന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതീക്ഷകൾക്കിടയിൽ ചെറുപ്രായത്തിലെ വിട പറയേണ്ടി വരുന്നതും യാഥാർത്ഥ്യമാണ്. നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ തോന്നിയില്ലേ, ആ ശരീരത്തിന്റെ ജനാസയുടെ അവസ്ഥ എന്താണ്? ഒന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ പോലും ഒരു ജനാസയെ കിട്ടണില്ലല്ലോ. അവസാനമായി ഒരു നോക്ക് കാണാൻ ആ മുഖമൊന്ന് വ്യക്തമല്ലല്ലോ. ആ അവസ്ഥയിൽ ഒരു ഡീസൽ ടാങ്കറുമായി ഉണ്ടായ കൂട്ടിയിടിച്ചിലുണ്ടായ കത്തി അമരുകളിൽ ഭൗതികമായ തീയിൽ ഒരു ശരീരം അമരുമ്പോൾ അതിന്റെ 70 ഇരട്ടിയാണ് നരകത്തിന്റെ തീ എന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ വല്ലാത്ത ഭയാനകതയുടെ സാഹചര്യങ്ങൾ പറയുന്നത് ഒരിക്കലും ഈ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ തീരുമാനമെടുത്ത് അള്ളാഹുവേ ഒരു നിമിഷം പോലും ആ നരകത്തിൽ ഞങ്ങളെ കയറ്റല്ലേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി തേടാൻ, ഉറക്കമില്ലാത്ത പ്രവാചകന്റെ ഒരു രാത്രിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകാൻ, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത, അള്ളാഹുവെ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ നിന്ദിച്ചു കളഞ്ഞല്ലോ റബ്ബേ എന്നാ വേദനയാണ്, എന്നാ ചിന്തയാണെങ്കിൽ അതേപോലെ നമുക്കും ഒന്ന് തേടാൻ ഒരാൾ പോലും അവിടെ സഹായിക്കാനുണ്ടാവില്ല. നോക്ക് നിങ്ങൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ ഇരിക്കാൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്നാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയാണ്. ഇത് സമിഅനാ വജബാ, നല്ല ഭയാനകരമായ ഒരു ശബ്ദം കേട്ട് ഞങ്ങളിങ്ങനെ കോരിത്തരിച്ചു പോയി. മുത്തനബി ചോദിക്കുന്നുണ്ട്, സഹാബ, ആ ശബ്ദം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അല്ലാഹു വറസൂലുഹു അഅലം. മുത്തനബി പറയാണ്, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാർ മുൻദു 70 ഖരീഫാ, അതൊരു കല്ലാണ്, 70 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് എറിയപ്പെട്ടു പോയ ഒരു കല്ലാണ്. അതങ്ങനെ സഞ്ചരിച്ചു വന്നതാണ്. ഇപ്പൊ അതിന്റെ അടിത്തട്ടിൽ എത്തിപ്പോയ ശബ്ദമാണ് സ്വഹാബ നിങ്ങൾ കേട്ടുപോയത്. നരകത്തിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ കല്ല് അതിന്റെ അടിത്തട്ടിൽ എത്തിപ്പോയ ശബ്ദമാണ്. അതെറിഞ്ഞത് 70 വർഷങ്ങൾക്ക് മുമ്പ്. മുകളിൽ നിന്നെറിഞ്ഞ കല്ല് അത് താഴേക്കെത്താൻ 70 വർഷമെടുത്തു എന്നുണ്ടെങ്കിൽ ആ നരകത്തിന്റെ ആഴമെന്നുള്ളത് അത്രമേൽ ഭയാനകരമാണ്, അത്രമേൽ ആഴമാണ്. ആ ആഴത്തിനനുസരിച്ചിട്ടാണ് അതിന്റെ ശിക്ഷകളുടെ കാഠിന്യങ്ങൾ കടന്നു വരുന്നത്. അതിന്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്നവർ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിഖീങ്ങളാണ്, കാഫിരീങ്ങളാണ്, ഷിർക്കിന്റെ വക്താക്കളാണ്, മഹാപാപങ്ങൾ ചെയ്തവരാണ്, നമസ്കാരം ഉപേക്ഷിച്ചവരാണ്. അങ്ങനെ കടന്നു വരുന്ന നരകത്തിലൂടെ കടന്നു വരുന്നവർ ലഹാ സബഅതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. 7 കമാനമുണ്ട്. നരകത്തിന് 7 കവാടങ്ങളാണ്. അർഹതപ്പെട്ട ആളുകൾ അതിലൂടെ കടന്നു വരുന്നുവെങ്കിൽ അത്രമേലാഴമുണ്ട് നരകത്തിനെന്നാണ്. അത്രമേലാഴമാണ്. ഒരു പൊടി പോലും കിട്ടാതെ കരിച്ചു കളയുന്ന നരകം, അതിന്റെ ആഴം അത്രമേൽ ഭയാനകരമാണ് എന്ന് അല്ലാഹു തആല വിശദീകരിക്കാൻ മുകളിൽ നിന്നൊരു കല്ലിട്ട മുത്തുനബി പറയാൻ 70 വർഷം സഞ്ചരിച്ചിട്ട് വേണം ആഴമുള്ള കിണറിൽ ഒരു കല്ലിട്ട കണ്ണ് ചിമ്മി തുറക്കണ വേഗതയിൽ അത് താഴേക്കെത്തുന്നുവെങ്കിൽ 70 വർഷം എടുക്കുന്നുവെങ്കിൽ അതിന്റെ ആഴം എത്രമേൽ വലുതാണെന്നുള്ളതാണ്.
അതിന്റെ വിശാലത, അതിന്റെ വ്യാപ്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സൂര്യനും ചന്ദ്രനുമൊക്കെ കൊണ്ടുവന്ന് നരകത്തിലിട്ടാൽ ഈ ഭൂമിയില്ലേ, ഈ രാജ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഭൂമിയില്ലേ, ആ ഭൂമി 13.5 ലക്ഷത്തിലധികം ഭൂമി വേണം ഒരു സൂര്യന്റെ ഉള്ളിൽ കൊള്ളാൻ. 13.5 ലക്ഷത്തിലധികം ഭൂമി വേണം. ആ ഭൂമി അത്രമേൽ സൂര്യന്റെ ഉള്ളിൽ ഒന്നുമല്ലെങ്കിൽ ആ സൂര്യൻ എന്താണ്? ആ സൂര്യനും ചന്ദ്രനും കൊണ്ടുവന്ന് നരകത്തിലിട്ടാൽ പോലും സൗറാനി മുഖവ്വിറാൻ, ചുറ്റിപ്പൊതിഞ്ഞ 2 കാളകളെ പോലെ മാത്രമേ നിങ്ങൾക്ക് അവിടെ തോന്നൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ വിശാലമാണ് ആ നരകമെന്ന് പറയുന്നത്. യുഅ്താലി ജഹന്നമ യൗമൈദിൻ, അന്നേ ദിവസം നരകത്തിനെ കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നരകമുണ്ട്, ഇന്ന് നരകമുണ്ട്. ആ നരകം പടക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ സമയം ആ നരകം ഇങ്ങനെ ആളിക്കത്തിക്കുന്നുണ്ട്. ഇന്ന് ജുമഅക്ക് നമ്മൾ ഒരുമിച്ച് കൂടിയ ഈ മുഹറിന്റെ സമയമില്ലയോ, മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി സബാനിയത്തിന്റെ മലക്കിന്റെ കൂടെ, മാലിക് എന്ന് പറയുന്ന മലക്ക് ആ നരകത്തിനെ ആളി കത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് അള്ളാന്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകമുള്ളതാണ്, നരകം യാഥാർത്ഥ്യമാണ്, അത് നിലവിലുള്ളതാണ്, പേടിക്കപ്പെടാനില്ല. പക്ഷേ ഗൗരവത്തോടെ കാണാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മജ്ലിസിലേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, യാ ഉമർ ലിഖൈരി ജുസീത്തിൽ ജന്ന ഉക്സു ബനിയാതി വ ഉമ്മഹുന്ന, എന്റെ പെൺകുട്ടികൾക്ക് ധരിക്കാൻ, എന്റെ ഭാര്യയ്ക്ക് ധരിക്കാൻ വസ്ത്രമില്ല, കുറച്ച് വസ്ത്രമൊന്ന് തന്ന് സഹായിക്കണം. നിനക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കണില്ലെങ്കിലോ, തമാശ പറഞ്ഞതാണ്. ഉമറേ, ഒരു നാൾ നിന്റെ മുമ്പിൽ വരാനുണ്ട്, ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്ന എന്ന കവിത പാടി ആലപിക്കുമ്പോ ഇരിക്കുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, നിന്നെ നാവ് കൊണ്ട് എനിക്ക് നരകാന്ന് പറയല്ലേ. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ അല്ലാഹു മനോഹരമായ അരുവിയുടെ ഓരത്ത് വെള്ളക്കൊട്ടാരം പണിത് കാത്തിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പേടിക്കാണ്. ആ ഭയം നമ്മളിൽ കടന്നു വരാൻ ഒരു ചെറിയൊരു തെറ്റിന് പോലും വരില്ല. അല്ലാഹ് ആ വിശാലമായതിങ്ങനെ വലിച്ചു കൊണ്ടുവരാൻ റെഡിയാണ്. അതിനെ വലിച്ചു കൊണ്ടുവരുന്നത് പ്രിയമുള്ളവരെ, ലഹാ സബഊന അൽഫ സിമാം, 70,000 ചങ്ങലകളെ വെച്ചിട്ടാണ്, 70,000 ചങ്ങലകളിലാണ് നരകത്തിനെ വലിച്ചു കൊണ്ടുവരുന്നത്. മാ കുല്ലി സിമാമിൻ സബഊന അൽഫ മലക്, ഒരൊറ്റ ചങ്ങലയിൽ 70,000 വരുന്ന മലക്കുകളാണ്. 70,000 മലക്കുകൾ നരകത്തെ വലിച്ചു കൊണ്ടുവരാൻ. ഒരു ചങ്ങലയിൽ 70,000 ചങ്ങലകളാണ്, ഓരോ ചങ്ങലയിലും 70,000 മലക്ക്. അപ്പൊ 70,000 മലക്കുള്ള ഒരു ചങ്ങലയാണെങ്കിൽ അങ്ങനെ 70,000 വരുന്ന ചങ്ങലകളാണ്. ഓരോ ചങ്ങലയിൽ 70,000 വെച്ച് മലക്കുകളാണ്. എന്നിട്ട് യജുറൂനഹ, അതിനവരിങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചങ്ങലയിലുള്ള 70,000 മലക്കുകളാണെങ്കിൽ 70,000 ചങ്ങലകളിലും അങ്ങനെ 70,000 മലക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ വലിക്കുന്നൊരു മലക്കിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? അറിയോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാതിന്റെയും ഷോൾഡറിന്റെയും ഇടയിലുള്ള ദൂരമെന്ന് പറയുന്നത് ഒരു പക്ഷി 700 വർഷം പറക്കുന്ന ദൂരമാണ്. 700 വർഷം ഒരു പക്ഷി പറക്കുന്ന ദൂരമാണ് ആ മലായിക്കത്തുകളുടെ ഗാംഭീര്യം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവരൊക്കെ ആ നരകത്തിന്റെ പാറാവുകാരെ. ഇൻഷാ അല്ലാഹ് അവിടേക്ക് ഞാൻ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് അത്രമേൽ വിശാലമാണ് ആ നരകമെന്ന് പറയുന്നത് എന്നുള്ളതാണ്. എന്നിട്ടോ അതിലേക്ക് ഓരോ മനുഷ്യരെ ഇങ്ങനെ എറിയപ്പെടുമ്പോ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതിലേക്ക് എറിയപ്പെടുന്ന മനുഷ്യരെ, ഈ കാണുന്ന ചങ്ങരംകുളത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നവരെ, നമ്മളെപ്പോലുള്ള രൂപങ്ങളല്ലാട്ടോ. ഈ ശരീരത്തിനെ അള്ളാഹു വിരൂപമാക്കി കളയും. നരകത്തിലേക്ക് എറിയാൻ അനുഭവിക്കുകയാണ് ശരീരം. ആ വിരൂപമാക്കുന്നത് എങ്ങനെയാണ്? മുത്തനബി പറയാണ്, ഇന്ന ഖിലദ ജിൽദിൽ കാഫിരി സിൻതാനി വ അർബഊന ദിറാഅ, അതിലേക്ക് എറിയുന്ന കാഫറിന്റെ തൊലിയുടെ കട്ടിയുണ്ടല്ലോ 42 മുഴമാണ്. 42 മുഴമാണ് നരകത്തിലേക്ക് എറിയുന്നത് എന്നാണ്. ഈ തൊലിയുടെ കട്ടി 42 മുഴമായിരിക്കുമെന്നാണ്. എന്തിനെങ്ങനെ പറയണേ? എന്താണ് പ്രിയമുള്ളവരെ? മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങള്
കാണാനും കേൾക്കാനും ശ്വസിക്കാനും അറിയാനും രുചിക്കാനും സ്പർശനമറിയാനും അല്ലതെന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും വലിയ അവയവം ഏതെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം, അത് അവന്റെ സ്കിന്നാണ്, തൊലികളാണ്. ഒന്ന് തൊട്ടാൽ സ്പർശനമറിയുന്ന, ഒന്ന് നോവിച്ചാൽ വേദന അറിയുന്ന മനുഷ്യന്റെ ശരീരത്തിലെ സ്കിന്നുകൾക്കാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ പറയാണ്, ആ തൊലികൾ അവനെ ഉരുക്കപ്പെടുന്ന നരകത്തില് അവനെ കത്തിക്കപ്പെടുമ്പോ കുല്ലമാ നദജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവന്റെ തൊലികൾ ഇങ്ങനെ പഴുത്ത് പാകമാകുമോ ആ തൊലികൾ അല്ലാഹു മാറ്റി മാറ്റി കൊടുക്കുകയാണ്. ഈ തൊലിയിനെ 42 മുഴമാക്കി. പ്രിയമുള്ളവരെ, സ്കിന്ന് കടന്ന് മാംസത്തിലെത്തുമ്പോ വേദന കുറയുന്നുണ്ടെങ്കിൽ ആ സ്കിന്ന് ഉരുകി അവസാനിക്കുന്നില്ല. കുല്ലമാ നദജത് ജുലൂദുഹും, അവരുടെ തൊലികൾ ഇങ്ങനെ ഉരുകി പഴുത്ത് ഭാഗമാകുമ്പോ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറാ, അവന്റെ തൊലികൾ അല്ലാഹു മാറ്റി മാറ്റി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഡെർമറ്റോളജിസ്റ്റ് അന്താരാഷ്ട്ര മെഡിക്കൽ കോൺഫറൻസിൽ സൗദി അറേബ്യയുടെ റിയാദിൽ വെച്ച് ഇസ്ലാമിനെ പുൽകാൻ കാരണമായ ഈ ആയത്തിന്റെ ഡെപ്ത്, അതിന്റെ വേദനയുടെ കാഠിന്യമാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരു ഇഞ്ചക്ട് ചെയ്യുമ്പോ സൂചി കയറുന്ന സമയത്തിലുള്ള വേദന സ്കിൻ അറിയിച്ചു കൊടുത്തതാണ്. ആ സ്കിന്ന് പൊള്ളിയാൽ അതിന്റെ വേദന ഗാംഭീര്യമാണ്. പക്ഷെ അത് ഉരുകിക്കൊണ്ടേയിരിക്കുമ്പോ, വേദനിച്ചുകൊണ്ടേയിരിക്കുമ്പോ, അതിന് 42 മുഴമാക്കി തരുമ്പോ, അതിങ്ങനെ ആവർത്തിച്ച് ഉരുകുമ്പോ ആ ഭീകര രൂപമാണ് മനുഷ്യൻ എന്നുള്ളത്. അവന്റെ പല്ലിന്റെ മോണ എന്ന് പറയുന്നത് ഉഹുദ് പോലെയാണ്. ഉഹുദിന്റെ ജബലെടുക്കുകൾക്ക് താഴെ 50 പേരെ അള്ളാന്റെ മുത്തുനബി കയറ്റി നിർത്തിയ ചെറിയ കുന്നല്ല, 2 കിലോമീറ്റർ ഉയരവും 6 കിലോമീറ്റർ വീതിയുമുള്ള ഉഹുദിന്റെ ജബലെടുക്ക് പോലെയാണ് അവരുടെ പല്ലിന്റെ മോണകൾ എന്നുള്ളതാണ്. തൊലിക്ക് 42 മുഴമാണ്, പല്ലിന്റെ മോണ അത്രയും വലുതാണ്. വീണ്ടും മുത്തുനബി പറഞ്ഞു, വഇന്ന മജ്ലിസുഹു മിൻ ജഹന്നം, നരകത്തിൽ നിന്ന് അവൻ ഇരിക്കാൻ കൊടുക്കുന്ന ഇരിപ്പിടമില്ലയോ, ബൈന മക്ക വൽ മദീന, മക്കയുടെ മദീനയുടെ ഇടയിലുള്ള സ്ഥലമാണ്. 460-ലധികം കിലോമീറ്ററുകൾ വരുന്ന മക്കയുടെ മദീനയുടെ ഇടയിലുള്ള സ്ഥലമാണ്. ഒരാൾക്ക് വേണ്ടി മാത്രം നരകത്തിൽ ഇരിക്കാൻ കൊടുക്കുന്ന ഇരിപ്പിടം എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിലെ മുത്ത് റസൂൽ പറയാണ്, അവരുടെ 2 ഷോൾഡറുകൾക്കിടയിലുള്ള ദൂരം മസീറത്തു സലാസത്തു അയ്യാം, 3 ദിവസത്തിന്റെ സഞ്ചാര ദൂരമാർക്ക് ലിറാക്കിബിൽ മുസ്രി, അതിവേഗത്തിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരന് 3 ദിവസം സഞ്ചരിക്കാനുള്ള ദൂരമാണ് 2 ഷോൾഡറുകളുടെ ദൂരം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, 42 മുഴത്തിന്റെ തൊലി, ഉഹുദ് പോലെ പല്ലിന്റെ മോണ, മക്ക മദീനയുടെ ഇടയിലുള്ള ഇരിക്കാനുള്ള സ്ഥലം, അതുപോലെ തന്നെ 3 ദിവസത്തെ സഞ്ചാര ദൂരത്തിന്റെ ഷോൾഡറുകൾ. എന്തൊരു വിരൂപമാണ് ആ മനുഷ്യൻ എന്നുള്ളതാണ്. അവനെയും ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച് നരകത്തിന്റെ കമാനങ്ങൾ തുറന്ന് ആ നരകത്തിലേക്ക് ആ മനുഷ്യനെ വലിച്ചെറിയുമ്പോ അല്ലാഹു പറയാണ്, യൗമ നഖൂലു ലിജഹന്നം, അള്ളാഹു നരകത്തിനോട് ചോദിക്കുന്ന ദിവസമുണ്ടല്ലോ, അവസാനത്തവനെയും നരകത്തിലേക്ക് എറിയുമ്പോ, ഹലിം തലാറ്റ്, നീ നിറഞ്ഞിട്ടുണ്ടോ? വച്ചക്കൂല, നരകം ചോദിക്കുന്നുണ്ട്, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ അല്ലാ, ഇനിയുമുണ്ടോ റബ്ബേ? അള്ളാന്റെ നരകം നിറയൂല, അള്ളാന്റെ നരകം നിറയുന്നതല്ല. ഇത്ര വിരൂപികളെ കൊണ്ടുവന്ന് നരകത്തിലിടുമ്പോഴും ആ നരകം ചോദിക്കുന്നു, അല്ലാ ഇനിയുണ്ടോ റബ്ബേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പൊ ചിന്തിക്കാനാണ്, ഇപ്പൊ ആലോചിക്കാനാണ്. ആ നരകത്തിന്റെ കേൾവിയുണ്ട്, ആ നരകത്തിന് സംസാരമുണ്ട്, ആ നരകത്തിന് കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞത് അള്ളാന്റെ പ്രമാണങ്ങളാണ്. ഈ ആയത്തിൽ പോലും അല്ലാഹു പറഞ്ഞത് എന്താണ്? വൈദാ റഅത്, ആ നരകം കണ്ടാൽ ഹും, അവരെ വിരൂപികളായി ചങ്ങലകളാൽ വലിച്ച് നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളില്, പ്രിയമുള്ളവരെ, അവരെ നരകം കാണുമ്പോ ഇത് നിസ്സാരായി കാണാനില്ല. അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയാണെന്ന് അല്ലാഹു പറഞ്ഞതാണ്.
വേദനയാണ്, വേദനയാണ്, അസഹ്യമായ വേദനയാണ്. അല്ലാഹ് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. പ്രിയമുള്ളവരെ, അടുക്കടുക്കായി തരുന്ന വേദനകളാണ്. അതുപോലെ തന്നെ അളീം, വമ്പിച്ച ശിക്ഷകളാണെന്ന് പറഞ്ഞു, വമ്പിച്ച ശിക്ഷകളാണെന്ന് പറഞ്ഞു. പല വിധത്തിലൂടെ സഹിക്കാൻ കഴിയാത്തതാണെന്ന് പറഞ്ഞു. മുഹീനാണ്, നിന്ദ്യതയാണ്, അപമാനങ്ങളാണ്. ആ അപമാനമാണ് ജനസഞ്ചയനത്തിനിടയിലൂടെ ചങ്ങലകളാല് മുഖം കുത്തി നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുമ്പോ, അവര് വരുന്നത് നരകം ഇങ്ങനെ കാണുമ്പോ, ദൂരത്ത് നിന്ന് കാണുമ്പോ ആ നരകത്തിന്റെ ചോദ്യമുണ്ട്. ഒരുപാട് വിദൂരതയിൽ നിന്ന് കാണുമ്പോഴേ ആ വരുന്നവർക്ക് കേൾക്കാം അതിന്റെ കോപം, ഉഗ്രകോപത്താലുള്ള അതിന്റെ വമിക്കലുകളും അതിന്റെ ഇരമ്പലുകളും അതിന്റെ അലർച്ചകളും അതിന്റെ അട്ടഹാസങ്ങളും അവർക്ക് കേൾക്കാമെന്ന് അള്ളാന്റെ ഖുർആൻ. നരകത്തിന്റെ ആളുകളെ കാണുമ്പോ നരകം ശബ്ദിക്കുമെന്നാണ്, നരകം അട്ടഹസിക്കുമെന്നാണ്, അതിന്റെ അലർച്ചകൾ ഉണ്ടാകുമെന്നാണ്, അതിന്റെ ഉഗ്രകോപങ്ങൾ ഉഗ്രകോപത്താൽ അത് പൊട്ടിത്തെറിക്കാവുന്ന സാഹചര്യങ്ങളിലേക്ക് ആ നരകം മാറുമെന്നാണ്. അത്ര ശബ്ദമുണ്ടാക്കും, പേടിപ്പെടുത്തും, അലറും. അതുകൊണ്ടാണ് അന്നരകം കേൾക്കുമെന്നുള്ളതാണ്. അല്ലാഹ് ചോദിക്കുന്നു, നിനക്കിനി സ്പേസ് ഉണ്ടോ? ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ റബ്ബേ? ആ നരകം സംസാരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രമാണങ്ങള്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എത്ര ഭയാനകരമാണ് അതിന്റെ സാഹചര്യങ്ങള്. അതിന്റെ ചുറ്റുമതിലുകൾ പോലും തീഗോളങ്ങളാൽ തീർക്കപ്പെട്ടത് എന്ന്. ഇന്നാ അഅ്തദ്നാ ലിൽസാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ എന്ന് ഇന്ന് ജുമഅക്ക് മുമ്പ് ഓതിയ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മൾ പഠിച്ചവരാണ്. അല്ലാഹ് പറയാ, നരകത്തിനെ നാം വലയം ചെയ്തിരിക്കുന്നു. സുറാദിഖുഹ, വലയം ചെയ്യാനുള്ള മതിലാണ് സുറാദിഖ് എന്ന് പറയുന്നത്. തീഗോളത്തിനാലുള്ള, തീകളാലുള്ള ആ ഒരു അവസ്ഥയില്. മാത്രമല്ല, ആ നരകത്തിലൂടെ കത്തിക്കുമ്പോ അതിന്റെ നിറം എന്താണെന്നറിയോ നമുക്ക്? കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു, 1000 കൊല്ലം നരകത്തെ ആളിക്കത്തിച്ചു, കളർ ചുവപ്പായിരുന്നു. വീണ്ടും 1000 കൊല്ലം ആളിക്കത്തിച്ചു, ഹത്തായി ബി അല്ലാഹ്, നല്ല വെളുത്ത വർണ്ണമായി തീരുന്നത് വരെ. വീണ്ടും 1000 കൊല്ലം, ഹത്തായി സുവജ്ജ, കറുത്തിരുണ്ട വർണ്ണമാണ്. വഹിയ സൗദാ മുദ്ലിമ, ഇന്നും കറുത്തിരുണ്ട വർണ്ണമാണ് നരകത്തിനെന്ന്. നരകത്തിനെന്ന് കറുത്തിരുണ്ട വർണ്ണമാണ്. ഇനി പ്രിയമുള്ളവരെ, ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചു നോക്കി. ആ നരകം സദാ കത്തിച്ചുകൊണ്ടേയിരിക്കാൻ. ഒരു വസ്തു നിരന്തരമായി കത്തിക്കപ്പെടുമ്പോൾ അതിന്റെ ചൂടെന്താൽ ദിനം പ്രതി കത്തിച്ചുകൊണ്ടേയിരിക്കാൻ. അതിന്റെ ആവി പുറത്തേക്ക് തള്ളുകയാണ്, അതിന്റെ കൊടും ശൈത്യം പുറത്തേക്ക് തള്ളപ്പെടുകയാണ്. ചൂടും തണുപ്പും ശിക്ഷകളാൽ സംയുക്തമായി പുറത്തേക്ക് നിശ്വാസങ്ങളായി ബഹിർഗമിക്കുന്നു എന്ന് അള്ളാന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിലൂടെ. ഈ ളുഹർ പോലും നിസ്കരിക്കാൻ ചൂട് വരുമ്പോ ഒന്ന് പിന്തിപ്പിക്കാൻ മുത്തുനബി പറഞ്ഞതുപോലും അതിന്റെ ശ്വാസം പുറത്തുവിടുന്നതെന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ കളർ ഇങ്ങനെ കറുത്ത് വരുന്നത് മുത്തുനബി പറയാണ്, ചൂട് കൂടിയിട്ടാണ് കറുപ്പ് വന്നത് എന്നുള്ളതാണ്. ഇതുപോലെ ചുവപ്പാണെന്ന്, ഇതുപോലെ ചുവപ്പാണെന്ന് സഹാബ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ലഹുവ അസ്വദു മിൻ ഖാർ, അത് ടാറിനെക്കാളും കറുത്തതാണ്, ടാറിനെക്കാളും കറുത്തതാണ്. നല്ല ടാറിന്റെക്കാളും കറുപ്പുണ്ട്. ഇമാം ലഹാഖ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജഹന്നം എന്ന് പറയുന്നത് അസ്വദാണ്, ഏറ്റവും കറുപ്പുള്ളതാണെങ്കിൽ മഉഹാ അസ്വദ്, അതിന്റെ വെള്ളവും അത് കറുപ്പാണ്. വശദറുഹാ അസ്വദ്, അതിലെ മരങ്ങളും കറുപ്പാണ്. വഅഹ്നുഹാ സൂദ്, അതിന്റെ ആളുകൾ കറുത്തിരുണ്ട ആളുകളാണ്. കഅന്നമാ ഉശിയത് വുജൂഹും കിതഅം മിനൽ ലൈലി മുദ്ലിമാ, കറുത്തിരുണ്ട രാത്രിയുടെ കഷ്ണങ്ങൾ അവരുടെ മുഖം പൊതിഞ്ഞതുപോലെ കറുത്തിരുണ്ടവരാണ്. ടാറിനേക്കാൾ കറുപ്പായിരിക്കുന്നതാൽ എല്ലാം കറുത്തതാണ്. അതുപോലെ തന്നെ ആ കറുപ്പിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട്.
കഠിനമായ ചൂട് കാരണമാണ്. ഹാമിയ തസ്ലാ നാരൻ ഹാമിയ, കഠിനമായ ചൂടേറിയ നരകമെന്ന് പറഞ്ഞില്ലയോ? മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് നാറുൻ ഹാമിയ. ആ ആയത്തിലെ ഹാമി എന്താണ്? ശദീദത്തുൽ ഹർരി വഖവിയത്തുൽ ലഹീബ്, ചൂടിന്റെ കാഠിന്യമാണ്, ജ്വാലയുടെ ശക്തിയാണ്. ആ ജ്വാലയുടെ ശക്തിയും കാഠിന്യവും കാരണത്താൽ അള്ളാന്റെ നരകങ്ങനെ കറുത്തിരുണ്ടിരിക്കുമെന്നാണ്. മാത്രമല്ല, അതുകൊണ്ടാണ് സയസ്സുല നാറൻ ദാത ലഹബ്, ആളിക്കത്തുന്ന നരകത്തിനെ സംബന്ധിച്ച് ആ നരകത്തിൽ അബൂ ലഹബ് കടന്നെറിയുമെന്ന് അല്ലാഹു പറഞ്ഞത് ചൂടിന്റെ കാഠിന്യം കൊണ്ടാണ്. മാത്രമല്ല, ആ കാഠിന്യം വീണ്ടും വിശദീകരിച്ചു. നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നിങ്ങൾ കത്തിക്കുന്ന നരകമില്ലയോ, അതിന്റെ 70 ഇരട്ടിയാണ് നരകത്തിലെത്തി എന്നുള്ളതാണ്. യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയ, അതുപോലും മതിയായതല്ല റസൂലേ, ദുനിയാവിലെ തീ പോലും മതിയായതല്ല റസൂലേ, പിന്നെ അതിന്റെ 70 ഇരട്ടിയോ എന്ന് സഹാബ പേടിയോടെ മുത്തുനബിയോട് ചോദിച്ചു പോയി. പ്രിയമുള്ളവരെ, ദുനിയാവിലെ ലാഭകളെക്കാൾ, ദുനിയാവിലെ മാഗ്നകളെക്കാൾ 70 ഇരട്ടിയാണ്, 70 ഇരട്ടിയാണ് നരകത്തിന്റെ ചൂടെന്നുള്ളതാണ്. അത്രമേൽ ഗാംഭീര്യമാണ്. ആ ചൂട് കാരണത്താലാണ് അത് കറുത്തിരുണ്ട് പോയത് എന്നുള്ളതാണ്. മാത്രമല്ല, അതിൽ നിന്ന് വരുന്ന കറുത്തിരുണ്ട പുകയാണ്, പുകയുള്ളതും ഇല്ലാത്തതും എന്ന് പറയുന്നിടത്ത് വീണ്ടും പറഞ്ഞു കറുത്തിരുണ്ട പുക. യുർസലു അലൈക്കുമാ ശുവാദും മിൻ നാരിൻ വനുഹാസ്, അതിൽ നിന്നിങ്ങനെ അതീന്ന് തീനാളങ്ങളെ കൊണ്ട് കടന്നു വന്ന് വനുഹാസ് എന്ന് പറഞ്ഞില്ലേ, യഅനി ദുഖാനും മിനന്നാർ, നരകത്തിന്റെ പുകയാണ് നരകത്തിൽ നിന്ന് ബഹിർഗമിക്കുന്നത് എന്നുള്ളതാണ്. ളില്ലിൻ മിൻ ദുഖാൻ വളില്ലിൻ മിൻ യഹ്മൂം, തളച്ചുമറിയുന്ന ചൂടുള്ള ആ നരകത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന ചുട്ടുതറക്കുന്ന തീക്കാറ്റുകളെ, അതാണ് ആ പുകകളായി കടന്നു വരുന്നത് എന്നുള്ളതാണ്. ലാ ളലീലിൻ വലാ യുഅനി മിനൽ ലഹബ്, അതിന്റെ തണലെന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കും ഒരു തണലാണോ? കരിമ്പുകയുടെ തണലുകളാണ്, ആശ്വാസം നൽകുന്നില്ല, ജ്വാലകളിൽ നിന്നുള്ള ശമനങ്ങളില്ല. ആ അവസ്ഥകളിലാണ് മനുഷ്യരതിലൂടെ കഴിയുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആളിക്കത്തിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ സമയം പോലും മുത്തനബി പറയാണ്, ഇദസ്തദ്ദൽ ഹർ, ചൂട് നിങ്ങൾക്ക് കഠിനമായി വരുമ്പോ മുത്തനബി പറഞ്ഞു, ദുഹർ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പിന്തിപ്പിക്കാം, ഒരാശ്വാസം വരെ നിങ്ങൾക്ക് പിന്തിപ്പിക്കാം. കാരണം അത് നരകത്തിന്റെ നിരുശ്വാസങ്ങളിൽ നിന്ന് വരുന്നതാണ്. യാ റബ്ബി അക്കല ബഅദി ബഅദ, എന്റെ ചിലതൊക്കെ ചിലതിനെ തിന്നല്ലോന്ന് നരകമല്ലാനോട് പറയുമ്പോ ഫഅദിന ലഹാ ബിനഫസൈൻ, 2 നെടുവീർപ്പിടാൻ അല്ല നരകത്തിന് അനുവാദം കൊടുക്കാൻ. ഫിഷിത നഫസിം ബിഷിത, നല്ല തണുപ്പിന്റെ ഒരു നെടുശ്വാസമാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, കഠിനമായ തണുപ്പുകൾ മനുഷ്യനെ മരവിപ്പിച്ച് കളയാൻ കഴിയുന്ന വനഫസിം ബിസൈഫ്, കഠിനമായ ചൂടിനാലുള്ള ശൈത്യങ്ങളും ചൂടും കലർന്നിട്ടുള്ള നെടുവീർപ്പുകൾ നരകത്തിലിടുമെന്നുള്ളതാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ വിചാരിക്കണില്ലേ, തീയാണ്, സഹിക്കാൻ വയ്യാതെ നരകത്തിന്റെ തണുപ്പിലേക്ക് ഓടുമ്പോ, സഹിക്കാൻ കഴിയാതെ ചൂടിലേക്ക് ഓടുമ്പോ, ഇബ്നു അബി ദുനിയ നരകത്തിനെ വിശദീകരിക്കുന്ന സിഫത്തിന്റെ ഗ്രന്ഥം എഴുതിയപ്പോ അദ്ദേഹം പറയാണ്, രക്ഷയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അതിന്റെ വേദനകളെ അവരിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന്റെ ആളിക്കത്തലുകൾ ജഹന്നം ഇങ്ങനെ ആളിക്കത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഇമാം മാലിക്, ആ മഹാനായ മാലിക് എന്ന് പറയുന്ന നരകത്തിനെ കാക്കുന്ന മലക്ക്, ആ നരകത്തിനെ ആളിക്കത്തിക്കുന്നു. ആരുടെ കൂടെ എന്നറിയോ? സബാനിയത്തിന്റെ മലക്കിന്റെ കൂടെ. അള്ളാഹു തൗഫീഖ് നൽകിയ പാറാവുകാരാണ്, ഭക്ഷണം എന്താണ്, വെള്ളം എന്താണ്, അടുത്ത ഖുത്ബയിൽ ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അത്രമേലുണ്ട് സബാനിയത്തിനെ പഠിക്കാൻ. ആ ഭയം മതി മനുഷ്യരെ. പണ്ട് അള്ളാന്റെ പ്രവാചകൻ സുജൂദ് ചെയ്താൽ തലക്ക് ഞാൻ ചവിട്ടുമെന്ന് പറഞ്ഞ് അബൂജഹലിനോട്, നിന്റെ സഭക്കാരെ നീ വിളിക്ക്, എന്റെ സബാനിയത്തിന് ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞപ്പോ ദുനിയാവിലെ
അബൂജഹൽ പേടിച്ചുപോയ സബാനിയത്തിന്റെ ഒരു അംശമുണ്ടായിരുന്നു. അവരുടെ കൂടെ നരകത്തിനെ ഇങ്ങനെ ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ നരകം ഖിയാമത്ത് നാളിൽ വരുമ്പോ വൈദൽ ജഹീമു സുഇറത്, ലോകത്തിന്റെ അവസാനം നടക്കുമ്പോ നരകം ഇങ്ങനെ ആളി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നരകത്തിനെ ആളിക്കത്തിക്കുന്നു. കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനമേതാണ്? മനുഷ്യന്റെ കൂടെ കല്ലിനെ കത്തിക്കുന്ന നരകം. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു, കല്ല് കത്തുമോ? അതിന്റെ ടെമ്പറേച്ചർ ആണെങ്കിൽ ദുനിയാവിൽ കത്തില്ലെങ്കിൽ നരകത്തിൽ കത്തുമെങ്കിൽ അതിന്റെ തഫ്സീർ കൂടെ പഠിക്കണേ. ഹിജാറത്തും മിൻ കിബിരീത്ത്, ആ കല്ലെന്ന് പറയുന്നത് കിബിരീത്താണ്, സൾഫറിന്റെ കല്ലുകളാണ്. പൊട്ടിത്തെറിച്ച് കത്തുന്ന കല്ല നരകത്തിലൂടെ അള്ളാഹു കത്തിക്കുന്നതെങ്കിൽ ആയത്തിന്റെ തഫ്സീറില് കല്ലെന്താണ്? കിബിരീറ്റാണ്. കിബിരീൻ സൾഫർ, സൾഫറിന്റെ കല്ലുകളാണ്. പൊട്ടിത്തെറിച്ച് കത്തും അവിടെ. മനുഷ്യൻ വിറകാണ്, കല്ല് വിറകാണ്. ശിർക്ക് ചെയ്യുന്നവരെ, ആ ചെയ്യുന്നവരെ നരകത്തിന്റെ വിറകാണ്. റബ്ബല്ലാത്തവരോട് തേടുന്നവരെ, സത്യം ചെയ്യുന്നവരെ, ആരാധിക്കുന്നവരെ, ഉയർത്തിവെച്ച വിഗ്രഹത്തിന് മുമ്പിൽ തേടുന്നവരെ, കിടത്തിവെച്ച വിഗ്രഹത്തിന് മുമ്പിൽ യാചിക്കുന്നവരെ നരകത്തിലെ വിറകെന്ന് പറഞ്ഞത് അള്ളാന്റെ ഖുർആനാണ്, സൂറത്തു ഹജ്ജാണ്. മാത്രമല്ല, ആരാധിക്കാൻ കൊത്തിയുണ്ടാക്കിയ മരമാകട്ടെ, ഇരുമ്പാകട്ടെ, കല്ലാവട്ടെ, എന്തിനാലും കൊത്തിയ വിഗ്രഹങ്ങളും ആ നരകത്തിലെ വിറകുകളാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വഅമ്മൽ ഖാസിതൂന ഫകാനൂ ലിജഹന്നമ ഹതബാ, അനീതി കാണിക്കുന്ന ജിന്നുകള്, സൂറത്ത് ജിന്നിലെ 15-ാമത്തെ ആയത്താണ്. അവരും നരകത്തിന്റെ വിറകുകളാണ്. എല്ലാവരും അതിലാ കത്തിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു വാക്ക് ഇത്ര മാത്രമാണ്. ഇങ്ങനെ നരകത്തിൽ കൊണ്ടുവന്ന് കത്തിക്കുമ്പോ, അതിലേക്ക് എറിയുമ്പോ, ഇദാ ഉൽഖൂ ഫീഹാ, അതിലേക്ക് ഇടപെടുമ്പോ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ, നരകം ഇങ്ങനെ ഇളകിമറിയും. അതിങ്ങനെ ഇളകിമറിയും. അതിന്റെ ഗർജനം, അത് വമ്പിച്ച ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിലേക്ക് എറിയുമ്പോ എന്തൊരു ഭയം ഉണ്ടാകും, എന്തൊരവസ്ഥയുണ്ടാകും. ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത നിമിഷം നരകമാണെന്നറിയുമ്പോ അത്രമേൽ ഭയാനകരമാണ്. അതിലെ പാമ്പുകള്, അതിന്റെ തേളുകള്, ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഖുത്ബയുടെ പരിമിതി ഉള്ളത് കൊണ്ടാണ്. ഒരു പാമ്പ് കടിക്കുന്ന പാമ്പിന്റെ വിഷെന്ന് പറയുന്നത് 40 വർഷം വേദനയും വിഷവും സഞ്ചരിക്കുന്ന അതിന്റെ തേളുകളുടെ അവസ്ഥ പറയണത്, അതും മുത്തനബി പറഞ്ഞ 40 വർഷം സഞ്ചരിക്കുന്ന. നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ? തീയല്ലേ പറഞ്ഞ്, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കി. തീയുണ്ട്, കരിമ്പുകയുണ്ട്, അതിൻ്റെ ചുടുവെള്ളങ്ങൾ തിളക്കുന്നതുണ്ട്. ഭക്ഷണവും പാനീയവും നരകത്തിന്റെ കമാനങ്ങളും ഞാനിവിടെ തൊട്ടിട്ടില്ല. കവാടങ്ങൾ പ്രത്യേകം പറയാനുണ്ട്, ഭക്ഷണവും പാനീയവും പ്രത്യേകം പഠിക്കാനുണ്ട്, കാവൽ നിൽക്കുന്ന മലായിക്കത്തുകളുടെ ഗാംഭീര്യത്തെ അറിയാനുണ്ട്. നിങ്ങൾ നോക്ക്, ഈ വെള്ളവും ഭക്ഷണവും പാനീയങ്ങളും ഇതിൻ്റെ ഒക്കെ പുറമേ അവിടെ പാമ്പുകളും തേളുകളും ഉണ്ടെന്ന് പറയുമ്പോൾ അള്ളാന്റെ ഖുർആൻ പറയാൻ, സിദനാഹും അദാബൻ ഫൗഖൽ അദാബ്, ശിക്ഷക്ക് മേലെ ശിക്ഷകളെയാണ് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. മേലക്ക് മേലെ ശിക്ഷകളെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഒന്നും അനുഭവിച്ച് തഴക്കം വരാനില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം പോലും വിടാതിരിക്കാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് കടന്നു വരേണ്ടത്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد
ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നരകത്തിൻ്റെ ഭയാനകതകൾ പറഞ്ഞു തന്നത് ഒരു മാറ്റത്തിൻ്റെ തീരുമാനമെടുക്കാനാണ്. നരകം കത്തിച്ചുകൊണ്ടേയിരിക്കാൻ, ആളിക്കത്തിച്ചുകൊണ്ടേയിരിക്കാൻ. നാളെ പരലോകത്ത് കൊണ്ടുവരുമ്പോൾ ആളിക്കത്തുന്ന നരകത്തിന് ഹാജരാക്കപ്പെടും. അന്ന് പ്രത്യേകമായി ആളിക്കത്തിക്കപ്പെടും. അതിൻ്റെ മുന്നിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് കമാനങ്ങളെ തുറക്കുമ്പോൾ കൊട്ടാരങ്ങളൊക്കെ തീപ്പൊരി പാറും. ഒരൊറ്റ നിമിഷം മനസ്സിലൊന്ന് ആലോചിച്ച് നോക്ക്. ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച് നരകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അടുത്ത സെക്കൻഡ് നരകമാണെന്ന് ഫൈനലി ബോധ്യപ്പെടുമ്പോൾ അവസ്ഥ എന്തായിരിക്കുമെന്ന്, അതിലേക്ക് എറിയപ്പെടുമ്പോഴുള്ള സാഹചര്യം എന്തായിരിക്കുമെന്ന് ഒരു നിമിഷമെങ്കിലും തിരിച്ചു കയറാൻ പറ്റുമോ? മടങ്ങി വരാൻ പറ്റുമോ? ഒരു തരി ആയുസ് തരോ റബ്ബേ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഒരു മരണം എനിക്ക് സംഭവിച്ചിരുന്നെങ്കിലെന്ന് കൊതിക്കാൻ പറ്റുമോ? മരണത്തിന് അല്ലാഹ് അറുത്ത് കളയുന്ന പിന്നീട് മരണമില്ല. നിരന്തരമായിട്ട് അനുഭവിക്കാൻ കൊല്ലങ്ങളോണ്ട് അവസാനിക്കണില്ല. ആ നരകം അപ്പോഴും ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. അതിന്റെ പാറാവുകാരെ അത്ര കാർക്കശത്തോടെ ജോലി ചെയ്യുമ്പോ അതിലെ നേതാവിനെ വിളിച്ച് കരയാണ്, വനാദൗ യാ മാലിക്, മാലിക്കേ 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 എന്ന് നരകത്തിൽ വെച്ച് അള്ളാന്റെ മലക്കുകളെ നിഷേധിച്ച മനുഷ്യനാണ്. അള്ളാന്റെ നരകത്തിനെ നിഷേധിച്ച മനുഷ്യനാണ്. നിസ്കരിക്കാനും മനസ്സില്ല എന്ന് പറഞ്ഞവരാണ്. അള്ളാന്റെ മലക്കുകൾ കാവല് തരുമെന്ന് പറഞ്ഞപ്പോ നിഷേധിച്ചവനാണ്. ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞവനാണ്. മലക്കിന്റെ പേര് പോലും വിളിക്കുന്നു, മാലിക്കേ ലിയഖ്ലി അലൈനാ റബ്ബുക്, നിന്റെ റബ്ബിനോടൊന്ന് പറയുമോ ഞങ്ങളുടെ വിധിക്കൊരു തീരുമാനമെടുക്കാൻ, ഒന്ന് മരിപ്പിച്ചു കളയാൻ, ഇതോടുകൂടെ അവസാനിക്കാൻ. മാലിക്കക്കാര അവരോട് പറയുന്നുണ്ട്, ഇന്നകും മാകിസൂൻ, നിങ്ങളിവിടെ വസിക്കാനുള്ളവരാണ്, നിങ്ങളിവിടെ സ്ഥിരതാമസത്തിനുള്ളവരാണ്. അവിടെ ഒരു ശമനമില്ല. എല്ലാം തള്ളിയോനും പറയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിൽ കഴിയാൻ വയ്യ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ഖുത്ബ പറഞ്ഞു ഇവിടുന്ന് പോയി. ആ ഹറമിലെ ബസ് അപകടം ഓർച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, ഇത്ര ആളുകളെ കരിഞ്ഞു, എന്തായിരിക്കും അവരുടെ അവസ്ഥ? നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ദുനിയാവിലൊരു തീ ഇങ്ങനെ കത്തിക്കപ്പെട്ട് കരിഞ്ഞ് അവസ്ഥയിലൂടെ ഇരിക്കപ്പെടുന്നൊരു സാഹചര്യങ്ങളെ എന്തായിരിക്കും അവസ്ഥ? എങ്കിൽ നരകത്തിലെ മരിക്കാതെ അതിൻ്റെ 70 ഇരട്ടിയിലെ പൂർണ്ണമായി ഇങ്ങനെ അനുഭവിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, ശരീരത്തിൻ്റെ വേദനകൾ തിരിച്ചിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു സാഹചര്യം. അതുകൊണ്ട് ഇപ്പം നമുക്ക് തീരുമാനിക്കാം, ഏതൊരു തെറ്റിന് അല്ലാഹുവിന്റെ മുസ്ലിം നരകണ്ടെന്ന് പറഞ്ഞു. നിസ്കാരത്തിൻ്റെ വിഷയമായിക്കോട്ടെ, തൗഹീദിന്റെ വിഷയമായിക്കോട്ടെ, മറ്റുള്ളവരുള്ള ഇടപെടലാവട്ടെ, ഒരു വാക്കുകൊണ്ടാവട്ടെ നമുക്ക് പറ്റാവുന്ന മേഖലകൾ അല്ലാഹുവേ നരകത്തിൽ വീഴാനതൊരു കാരണമാവല്ലേ എന്നുള്ള സൂക്ഷ്മതയോടെ ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം ഈ പള്ളിയുടെ മെമ്പറിൽ കയറുമ്പോൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മളുമായി ബന്ധപ്പെട്ടവർ 3 ആളുകളാണ്. 1-2 സഹോദരിമാരുടെ ഉമ്മമാരാണ്. 2 പേരെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്നതാണ്. അധികം പ്രായമില്ലാത്തവരുണ്ട്, ഒരു പ്രായമുള്ള ഉമ്മയുണ്ട്. അള്ളാഹു ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മുടെ ഒരു സഹോദരൻ്റെ ബാപ്പ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ ICUവിൽ വെന്റിലേറ്ററിലാണ്. ഇൻഫെക്ഷനാണ്, അണുബാധയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകി അള്ളാഹു ഇവരൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു ദാഇയുടെ സഹോദരി ഇന്നലെ ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസ് ചെയ്തു. വളരെ വലിയ വേദനയിലും പ്രയാസങ്ങളിലുമാണ്. ഒരു മക്കളുടെ ഉമ്മയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സമാധാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല തവണയും ഒരു കുടുംബത്തിന് തണലാകാൻ വേണ്ടി
ജോലി അന്വേഷിച്ച് പുറപ്പെട്ട് പ്രവാസ ലോകത്തേക്ക് പോയി തിരിച്ചു വന്ന് ഒന്ന് ദുആ ചെയ്യുമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. അത് അത്രമേലുള്ള പ്രതീക്ഷകളാണ്. ആരുടെയൊക്കെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുന്ന അറിയില്ല. അല്ലാഹു തആല അദ്ദേഹത്തിന് പരലോകത്തേക്കൂടെ ഉപകരിക്കാവുന്ന രീതിയിൽ ഹലാലായ രീതിയിൽ സമ്പാദിക്കാൻ നല്ലൊരു ജോലി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും രോഗം കൊണ്ടുമൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, സമാധാനം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പലവിധ ചതിക്കണികളിലും പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. അല്ലാഹുവേ, സമാധാനത്തിൻ്റെ കരങ്ങൾ നീട്ടി ആ ദുരിതങ്ങൾക്ക് പകരം ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ കെട്ടുകളും അഴിച്ചു തരാൻ കഴിവുള്ള റബ്ബേ, അവർക്ക് ഏറ്റവും എളുപ്പത്തിൻ്റെ മാർഗങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.